ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് പിന്നാലെ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി സിപിഎം. ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെയും കടുത്ത ആക്രമണമാണ് നടക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും വീടുകളും സ്ഥാപനങ്ങളും സംരക്ഷിക്കാൻ പുതുതായി അധികാരമേറ്റ ഇടക്കാല സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ പതനത്തിന്റെ ഫലമുണ്ടായ അരാജക സാഹചര്യം മുതലെടുക്കുന്ന മതമൗലികവാദികളാണ് ന്യൂനപക്ഷ സമുദായത്തെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും സിപിഎം PB കുറ്റപ്പെടുത്തി. ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ ബംഗ്ലാദേശ് അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും PB പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലികളും മറ്റും നടത്തിയ സിപിഎം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുകയാണെന്ന് സംഘപരിവാർ ആരോപിച്ചിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടികളും കൂടി കണക്കിലെടുത്താണ് സിപിഎം ഇത്തരമൊരു പ്രസ്താവന ഇറക്കാൻ തയ്യാറായതെന്നാണ് സൂചന. അതേസമയം മാറുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കൂട്ടിച്ചേർത്തു. സിപിഎമ്മിന്റെ മുഖപത്രത്തിലൂടെ ഏറ്റവും പുതിയ എഡിറ്റോറിയൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിനെയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗത്തെയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരായ വിദ്യാർത്ഥികളുടെ സ്വാഭാവിക പ്രതികരണമാണ് പ്രക്ഷോഭമായി മാറിയതെന്നും PB അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.